എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. തൻ്റെ പുറകിൽ നിന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കരുത്തുള്ള സ്ത്രീ നിശബ്ദമായി ഇരുന്നേക്കാം. എന്നാൽ അതിനർത്ഥം അവർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം വരുന്നില്ല. എന്നാൽ അത്തരം വിഡ്ഢിത്വത്തിന് മറുപടി കൊടുക്കാൻ അവർ അവരുടെ വിലയേറിയ സമയം പാഴാക്കാറില്ല. മറിച്ച് ആ സമയം ഗുണകരമായ കാര്യങ്ങൾക്കായി അവർ വിനിയോഗിക്കുന്നു. എന്നാൽ ഇത് എല്ലാ സ്ത്രീകളിലും അങ്ങനൊരു ക്ഷമ ഉണ്ടാകണമെന്നില്ല. കാരണം വിഡ്ഢിത്തമായ കാര്യങ്ങൾക്ക് നാം മറുപടി കൊടുക്കുന്നത് ആ സമയം നമ്മൾ പാഴാക്കുന്നു എന്നതാണ് സത്യം. സത്യം പറഞ്ഞാൽ ആത്മാർത്ഥതയും കരുണയുമുള്ള ഒരാളായി ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിച്ചാൽ തന്നെയും നമുക്ക് അതിന് അനുസരണമായ ഒരു സന്ദേശമോ ഒരു അനുകമ്പയോ ഒരു സ്നേഹമോ നമുക്ക് മറ്റാരിൽ നിന്നും കിട്ടാറില്ല. നാം എത്ര കരുണയും എത്ര സ്നേഹവും ആർക്കെങ്കിലും കൊടുത്താൽ അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒന്നുപോലും 1% പോലും നാം തിരിച്ച് പ്രതീക്ഷിക്കരുത്. അത് കിട്ടില്ല. അതാണ് സത്യം. ഇതൊക്കെ നാം ഓർത്ത് ജീവിക്കേണ്ട കാലഘട്ടമാണ്. ഒരിക്കലും നാം ധൃതി പിടിച്ച് ഒന്നിനും ഇറങ്ങരുത്. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായിരുന്നാലും, നിങ്ങളുടെ ബന്ധുജനങ്ങളായിരുന്നാലും സഹോദരനായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നാലും അവരെന്തെങ്കിലും ഗുണകരമായെന്ന് ഉള്ള കാര്യങ്ങൾ അവർക്ക് തോന്നിയേക്കാം. അവർ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തിയാലും മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ വയ്യാത്തൊരു സാഹചര്യം വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾ നോക്കട്ടെ, ശ്രമിക്കാം എന്ന് പറയുകയല്ലാതെ അപ്പോൾ തന്നെ അതിനൊരു ഗ്രീൻ സിഗ്നൽ നിങ്ങൾ കൊടുക്കരുത്. കാരണം നിങ്ങൾ അവർ കൊണ്ടുവരുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കാനുള്ളൊരു സമയം നിങ്ങൾക്ക് ആവശ്യമാണ്. ആ സമയത്തിലൂടെ നിങ്ങൾക്ക് പലതും അതിൻ്റെ ശരിയും തെറ്റും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതല്ലെങ്കിൽ ധൃതി പിടിച്ച ഏതിനും നിങ്ങൾക്ക് ലഭിക്കുന്നത് തീരാനഷ്ടവും ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ സമയനഷ്ടവുമായിരിക്കും. ആയതുകൊണ്ട് ഒരിക്കലും ധൃതി പിടിച്ച യാതൊന്നിലോട്ടും നിങ്ങൾ ഇടപെടാതിരിക്കുക. നിങ്ങൾക്കിടപെടാം. അതിനുവേണ്ടി എത്ര കണ്ട് സമയം നിങ്ങളെടുക്കുന്നോ അത്ര കണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ലാഭിക്കാൻ പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കൾ എപ്പോഴും നഷ്ടപ്പെടാതെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ ഒരു വസ്തുത എല്ലാവരും ജീവിതത്തിൽ ഓർത്താലും. സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും ഈ പകലും ത്രിസന്ധ്യയും. ഒപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ്റെ ശ്രോതാക്കളുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഒപ്പം നാമെല്ലാം ഒരു നിമിഷം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്കും അല്ലാത്തവർക്കും അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കുക. അത് നാം ഇന്ന് ചെയ്യുന്ന സൽപ്രവൃത്തികളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് അതിനു വേണ്ടി യാതൊരു മുതൽ മുടക്കുമില്ല. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.